ഇന്നാണെങ്കിൽ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലേ. അപ്പോഴാണെങ്കിൽ രാവിലെ അച്ഛൻ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് 2 കവർ ഉണക്കമീൻ. അതിൽ 1 കവർ ഉണക്കമീൻ എടുത്തിട്ട് ഞാൻ എന്തെന്നറിയാമോ, റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണക്കമീൻ റോസ്റ്റ്. ഇതാണെങ്കിൽ മത്തിയോ ചാളയോ ഏതാണ്ട് ഉണങ്ങിയതാണേ. അപ്പോൾ നമുക്ക് ഉണക്കമീൻ ആദ്യം വെട്ടിക്കണ്ടിച്ച് കഴുകാവേ. അപ്പോൾ ഈ ഉണക്കമീൻ പെട്ടെന്ന് ഉപ്പ് മാറാൻ വേണ്ടി നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ചോറൂറ്റിയ വെള്ളം, ആ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അരി കഴുകുന്ന വെള്ളത്തിലോ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ ഉണക്കമീൻ്റെ അധികം ഉപ്പുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടേ. അങ്ങനെ ഞാനാണെങ്കിൽ പക്ഷേ സാധാ വെള്ളത്തിലാണ് ഇട്ടത്, കഞ്ഞി ഊറ്റിയിട്ടില്ല. അതുപോലെ തന്നെ രാവിലെ അരി കഴിയപ്പോൾ ആ വെള്ളം എടുത്ത് കളയുകയും ചെയ്ത് സാധാ വെള്ളത്തിലാണ് ഇട്ടിട്ട്. പണ്ടൊക്കെ അമ്മ പറഞ്ഞു തരുന്നൊരു ഐഡിയയാണ്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത്, സോറി ഉപ്പിട്ടില്ല കേട്ടോ, വറുത്തങ്ങ് എടുത്തേ, പുരട്ടി അങ്ങ് വറുത്തെടുത്തു. അതേ ചട്ടിയിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ സവോളയും വെളുത്തുള്ളിയും നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതും കറിവേപ്പിലയിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തേ. കുറച്ച് മാത്രം ഉപ്പിടാവും. വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടേ ഈ ഉണക്കമീൻ ഉണ്ടല്ലോ 4-5 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. പിന്നെ കുറച്ച് മാത്രം പുളി, പിഴിഞ്ഞു പുളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒടിച്ചു വെച്ച മീനുണ്ടല്ലോ ആ മീനും കൂടെ ചേർത്തങ്ങ് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ വേറെ കറികളൊന്നും ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയില്ല. ഇത് മാത്രം കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്.